ഹയ്യുൻ ഫിൽ മദീന, മദീനയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ളതാകുന്ന വ്യക്തിയാണല്ലോ അദ്ദേഹം. അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ഖബറിലേക്ക് പോയിട്ടില്ല, മഹ്ശറ കണ്ടിട്ടില്ല, വിചാരണയും കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം മനോഹരമാകുന്ന സ്വർഗത്തിനുള്ളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു? സ്വർഗത്തിൽ കടന്നു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുകയാണ് വളരെ മനോഹരമായി. അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വഹുവ മിൻ അബർരിൻ നാസി ലി ഉമ്മിഹി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം സ്വഹാബത്തിനോട് പറയുകയാണ്. സ്വഹാബത്തെ, അത്ഭുതമാകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുപോയി സ്വഹാബ. പരിശുദ്ധമാക്കപ്പെട്ടതായ സ്വർഗത്തിനുള്ളിലേക്ക് ഞാൻ കടന്നു ചെന്നു. ദഖൽതുൽ ജന്ന വസമിഅതു ഫീഹാ ഖിറാഅതാ. സ്വർഗത്തിനുള്ളിൽ ഞാൻ കടക്കുകയും ആ സ്വർഗത്തിലിരുന്നു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതായ ഒരു വ്യക്തിയുടെ ഖിറാഅത്ത് ഞാൻ കേൾക്കുകയും ചെയ്തു പോയി സ്വഹാബ. ഞാൻ മലക്കുകളോട് ചോദിച്ചു, ആരാണിത്, ഏതാണ് ഈ മനുഷ്യൻ? മലക്കുകൾ എന്നോട് പറഞ്ഞു, നബിയേ നബിയേ നബിയേ, ഹാദാ ഹാരിസത്ത് ബിൻ നുഅമാൻ. ഹാരിസയാണ്, ഹാരിസയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഈ സംഭവം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വഹുവ ഹയ്യുൻ ഫീനാ, നമുക്കിടയിൽ ഇപ്പോഴും പച്ചയായി ജീവിച്ചിരിക്കുന്നതായ വ്യക്തിയാണല്ലോ. ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം, നമുക്കിടയിൽ ഇപ്പോഴും പച്ചയായി ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യനെ എങ്ങനെ സ്വർഗത്തിൽ കണ്ടു, എങ്ങനെ സ്വർഗത്തിൽ കേട്ടു എന്നാണ് ഈ പറയുന്നത് നബിയെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫകദാലികൽ ജസാഉ, ഫകദാലികൽ ജസാഉ. ഈ ദുനിയാവിൽ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു കൂടുന്നതായ കുഞ്ഞിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ വർണ്ണമായ പ്രതിഫലം ഇതാണ് സ്വഹാബ. വഹുവ മിൻ അബർരിൻ നാസി ലിഉമ്മിഹി. സ്വന്തം മാതാവിന് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഖിദ്മത്തെടുത്തു കൂടാൻ അവസരം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. സ്വന്തം മാതാവിന് വേണ്ടി ജീവിതം കാഴ്ചവെച്ച വ്യക്തിയാണ്. ആ മാതാവിന് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകിയതായ വ്യക്തിത്വമാണ് ഹാരിസത്ത് ബിൻ നുഅമാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുകയും ആ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഖുർആൻ വശ്യസുന്ദരമായി മനോഹരമായി ഓതാനുള്ള അവസരം അല്ലാഹു നൽകുകയും ചെയ്തു പോയി സ്വഹാബ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമാണ്. നമ്മളൊരു വൃക്ഷമായി നമ്മെ തന്നെ സങ്കല്പിച്ചാൽ ആ വൃക്ഷത്തിന്റെ വേരുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. ഒരു മരത്തിന്, ഒരു വൃക്ഷത്തിന് വേണ്ടുന്നതായ എന്തെല്ലാം ആ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിലേക്കും അതിൻ്റെതാകുന്ന കായ്കനികൾ കായ്ക്കുന്നതിലേക്കും ഒരേപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അള്ളാഹു അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തും സിഹത്തും അവന്റെ ത്വാഅത്തിലായി അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കാൻ നാഥനായ റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.